നിയമസഭയിൽ CPM നേതാക്കൾ തമ്മിൽ പരസ്പരം ചെളിവാരി എറിഞ്ഞെങ്ങനെ ഇരിക്കും? സർക്കാർ ഭരിക്കുന്നത് സർക്കാർ എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണി സർക്കാരാണ്. ഇടതുമുന്നണിയിൽ പ്രബല കക്ഷി CPM ആണ്. CPM നേതാക്കൾ തമ്മിൽ തന്നെ പരസ്പരം പഴിചാരിയാലോ? കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ലഹരി സംഭവവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം, അതായത് ലഹരി ഉപയോഗം കൊണ്ട് സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധികൾ, ക്രൈം റേറ്റ്, ക്രൂരതകൾ, കണ്ണീർച്ചാലുകൾ, കണ്ണീർപ്പാടുകൾ, ചോരക്കറ, അങ്ങനെ തുടങ്ങി ഭയങ്കര രൂക്ഷമായ ചർച്ചയായിരുന്നു നിയമസഭയിൽ നടന്നത്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ തന്നെ ലഹരി കേസുകൾ വർദ്ധിക്കുന്നതിനെയൊക്കെ അപലപിച്ചു. PC വിഷ്ണുനാഥാണ് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചത്. എല്ലാ ആളുകളും കൃത്യമായി തന്നെ ആ ചർച്ചയിൽ പങ്കെടുത്തു. അങ്ങനെ ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് പ്രതിഭ, CPMൻ്റെ തീപ്പൊരി നേതാവാണ് ആലപ്പുഴയിലുള്ള പ്രതിഭ പറഞ്ഞു, ഒരുപാട് നിയമങ്ങളുണ്ട്, പക്ഷേ സ്കൂളുകളിൽ ഇതൊന്നും പ്രാബല്യത്തിൽ വരുന്നില്ല. തീർന്നില്ലേ? CPM നേതാവാണ്. എക്സൈസ് ഭരിക്കുന്നവരാണ്. എക്സൈസ് മന്ത്രി MB രാജേഷാണ്. MB രാജേഷ് ആകെ കണ്ണു തള്ളിപ്പോയി. ഇതായിരുന്നു CPM നേതാവ് തന്നെ CPMനെതിരെ എക്സൈസ് നിയമങ്ങളൊന്നും പ്രാബല്യത്തിൽ വരുന്നില്ല, എക്സൈസ് നിയമങ്ങളൊക്കെ വെറും ഊതി വീർപ്പിച്ച ബലൂൺ പോലെയാണ്, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് എന്താണ് കഞ്ചാവ് വിൽപ്പന, മയക്കുമരുന്ന് വിൽപ്പന പറയുന്നവരാണ് പ്രതിഭയുടെ മകനെ ഏത് കേസിലാണ് അറസ്റ്റ് ചെയ്തത്? കഞ്ചാവ് കൈവശം വെച്ചതിന്. ആലോചിച്ച് നോക്കണം. അപ്പോൾ പ്രതിഭ തന്നെ പറഞ്ഞു, ഇതെല്ലാം നിയമങ്ങളൊക്കെ ഉണ്ട്, നിയമങ്ങളൊന്നും കർക്കശമായിട്ട് നടപ്പിലാക്കുന്നില്ല എന്ന് പ്രതിഭ തന്നെ നിയമസഭയിൽ പറയേണ്ടി വന്ന ഒരു ഗതികേട് ഇത് CPM തന്നെ കേൾക്കേണ്ടിയും വന്നു. അങ്ങനെ ഒരു തർക്കം പുരോഗമിക്കുന്നതിനിടെയാണ് ഇതാ വരുന്നടാ മറ്റൊരടി. അത് സ്പീക്കറും MB രാജേഷും തമ്മിലുള്ള അടിയാണ്. ഇത് സംഭവം പ്രേക്ഷകർക്കൊക്കെ അറിയാം. MB രാജേഷ് സ്പീക്കറായിരുന്നു. പ്രത്യേക സാഹചര്യത്തിൽ MB രാജേഷിന് ചില രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് മന്ത്രിയാകേണ്ടി വന്നു. ആ സാഹചര്യമൊക്കെ നമുക്കറിയാം. അങ്ങനെ മന്ത്രിയാകേണ്ടി വന്നപ്പോൾ സ്പീക്കറായ വ്യക്തിയാണ് AN ഷംസീർ MLA ആയിരിക്കും, സാമാജികനായിരിക്കുമ്പോൾ MB രാജേഷ് സ്പീക്കറായിരിക്കുമ്പോൾ ഷംസീറിനെ കുറേ ചാടിച്ചിട്ടുണ്ട്. അതേ നാണയത്തിൽ തന്നെ ഷംസീർ രാജേഷിനെ പലപ്പോഴും തിരിച്ചടിച്ചിട്ടുണ്ട്. തിരിച്ചടിക്കുമ്പോഴൊക്കെ ഷംസീർ പറയുന്നത് എന്താണ്? തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, താനെല്ലാം സഭാ ചട്ടം അനുസരിച്ചാണ് രാജേഷിനോട് പറയുന്നത് എന്നൊക്കെയാണ് ഷംസീർ പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഷംസീർ രാജേഷിനെ അങ്ങ് നാണം കെടുത്തി കളഞ്ഞു. അങ്ങനെ ചോദ്യോത്തര ഇത് അടിയന്തര പ്രമേയത്തിൽ ചർച്ച പുരോഗമിക്കുന്നതിനിടെ MB രാജേഷ് എക്സൈസ് മന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറുടെ അനുമതിയില്ലാതെ ഒരു ചോദ്യം ഉന്നയിച്ചു. അതിന് സ്പീക്കറുടെ അനുമതിയില്ലാതെ തന്നെ MB രാജേഷ് മറുപടിയും പറഞ്ഞു. ഈ ചോദ്യവും മറുപടിയും കഴിഞ്ഞ ഉടനെ സ്പീക്കർ പറഞ്ഞു, ഇതൊരു ഷട്ടിൽ കളിയല്ല, ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ടല്ല, ഷട്ടിൽ കളിയല്ല. പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ടല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ. ഇവിടെ സ്പീക്കർ ഇരിപ്പുണ്ട്. ഇനി സ്പീക്കറുടെ അനുമതി ഇല്ലാതെ ആരെങ്കിലും സംസാരിക്കും, പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും മന്ത്രിയാണെന്ന് നോക്കില്ല, ഇനി മൈക്ക് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ MB രാജേഷ് ക്ഷമ പറഞ്ഞപ്പോൾ ക്ഷമ കൊണ്ടൊന്നും കാര്യമില്ല, അനുസരിക്കണം എന്ന് ഷംസീർ വീണ്ടും. അതൊരു പരിഹാസമായി മാറി. MB രാജേഷിന് ആകെ വേദനയായി. തന്നെ ഷംസീർ പരിഹസിച്ചുവെന്നായി. MB രാജേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനോടും MV ഗോവിന്ദൻ മാസ്റ്ററിനോടും പരാതി പറയുമെന്ന സ്ഥിതിയായി. പരാതി പറഞ്ഞാലും AN ഷംസീറിനെതിരെ അങ്ങനെ ഒരു പ്രത്യക്ഷ നടപടിയൊന്നും പാർട്ടി എടുക്കില്ല. കാരണം പാർട്ടിക്ക് അതീതമായ ഒരു സ്ഥാനമാണ് സ്പീക്കർ സ്ഥാനം. അതുകൊണ്ട് ഒരു പരോക്ഷമായി പറയും, ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്ന് പാർട്ടി പരോക്ഷമായി ചിലപ്പോൾ ഷംസീറിനോട് പറയാൻ സാധ്യതയുണ്ട്, സ്പീക്കറോട് പറയാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം. 2024 ജൂലൈയിലാണ് ആദ്യമായിട്ട് ഷംസീർ രാജേഷിനെ ഒന്ന് ചാടിക്കുന്നത്. അത് എന്ത് കാരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജൂലൈ 5 ആദ്യമായി സ്പീക്കർ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ കൂടുതൽ സമയം കൊടുക്കുന്നുവെന്ന് MB രാജേഷ് വിമർശിച്ചപ്പോഴായിരുന്നു ഷംസീർ ആദ്യം രാജേഷിനെ ഒന്ന് പിടിച്ച് കുടഞ്ഞത്. അതിനുശേഷം പിന്നീടും പല സംഭവങ്ങളുണ്ടായി, ചെറുതും വലുതുമായ സംഭവങ്ങളിലൊക്കെ MB രാജേഷ് മന്ത്രിയെ ഷംസീർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കുടയും. അതുപോലെ കഴിഞ്ഞ ദിവസം പരിഹസിക്കുമ്പോഴേ മാപ്പല്ല കാര്യം, അനുസരണയാണ് വേണ്ടത് എന്ന തരത്തിൽ പറഞ്ഞത് രാജേഷിന് വലിയ ക്ഷീണമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയോടും പാർട്ടി സെക്രട്ടറിയോടും ഇക്കാര്യം ധരിപ്പിക്കുമെന്നും സൂചനയുണ്ട്. അതങ്ങനെയാണെങ്കിൽ AN ഷംസീറിന് പരോക്ഷമായ ഒരു താക്കീത് ലഭിക്കാനും ഇടയുണ്ട്. എങ്കിലും പാർട്ടി പ്രതിഭ എക്സൈസ് വകുപ്പിൻ്റെ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ ഊതി വീർപ്പിച്ച ബലൂണ് പോലെയാണ്, അതൊന്നും സ്കൂളുകളിലൊന്നും പ്രാവർത്തികമാക്കുന്നില്ല എന്ന് എണീറ്റ് നിന്ന് പറഞ്ഞത് CPM അണികൾ തന്നെ, അല്ലെങ്കിൽ CPM നേതാക്കൾ തന്നെ, പ്രതിനിധികൾ തന്നെ നിയമസഭയ്ക്കുള്ളിൽ CPM വകുപ്പിനെതിരെ, മന്ത്രിക്കെതിരെ പോരാടുന്ന സ്ഥിതിവിശേഷമുണ്ടായി എന്ന് പറയുന്നതാകും ശരി. അത് സർക്കാരിന് അലോസരപ്പെടുത്തുന്ന പോലെയായി എന്ന് ആണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്.